ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ഡു ഇറ്റ് പോഡ്കാസ്റ്റ്. ഇന്ന് എന്റെ കൂടെ വളരെ സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ ഇരിക്കാനായിട്ട്. വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് ഡെക്കറേഷൻസ് ഒക്കെ കണ്ടാൽ അറിയാം, ക്രിസ്മസ് വൈബാണ് ഞങ്ങൾ ഇന്ന് പിടിച്ചിരിക്കുന്നെങ്കിലും ചുമന്ന കളറിനോട് വളരെയധികം അടുത്ത ബന്ധമുള്ള വേറെ ഒരു സെലിബ്രേഷൻ. എന്താണത്? പറയൂ പറയൂ പറയൂ. വാലന്റൈൻസ് ഡേ. ഞാൻ തന്നെ പറഞ്ഞു. നിങ്ങളെന്താ കുട്ടികളെ, നിങ്ങളെന്താ ആൻസർ ചെയ്യാത്തത്? ഞാൻ ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നിങ്ങളുടെ ആൻസർ പറയണ്ട. ഓക്കെ, സോ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എപ്പോഴും വീഡിയോയിലുള്ള നമ്മുടെ സ്വന്തം ജെനി. ആൻഡ് ജെനിയുടെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിരുന്നു ഈയിടെയായിട്ട്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തൊരു പോഡ്കാസ്റ്റ് ഭയങ്കര വൈറലായിരുന്നു, ജെനിയുടെ അപ്പയുടെയും അമ്മേനെയും പറ്റി സംസാരിച്ചപ്പോൾ. ഇന്ന് നമ്മുടെ കൂടെ വേറെ ആരുമല്ല, ജെനിയുടെ ആ അപ്പയും അമ്മയും നമ്മുടെ കൂടെ ഉണ്ട്. വെൽക്കം മിസ്റ്റർ അജയ് ജോസഫ് ആൻഡ് ബിസ്മി ജോസഫ് ടു ഡു ഇറ്റ് പോഡ്കാസ്റ്റ്. കൈയടിച്ച് ഞാൻ അവിടെ വളരെ ഹാർദവപൂർവ്വം ആന അമ്പാരിയൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിരുന്നു, വരാൻ പറ്റിയില്ല. അടുത്ത പ്രാവശ്യം ഞാനത് അടുത്ത പ്രാവശ്യം നമ്മളത് സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായി അച്ഛന്റെയും അമ്മയുടെയും ലവ് സ്റ്റോറി കേൾക്കുന്നത്, മോഡറേറ്റ് ചെയ്യാൻ പോകുന്നത് സ്വന്തം മകൾ, കേൾക്കാനിരിക്കുന്നത് മകളുടെ കൂട്ടുകാരി. ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് അവരിൽ നിന്ന് ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ ഒരു സംഭവം നടക്കാൻ പോവുകയാണ്. ഇതിനെപ്പറ്റി മോൾക്ക് എന്താണ് പറയാനുള്ളത്? നമുക്ക് ആദ്യമേക്ക് മോളെ പറയൂ. മോളെ എന്താണ് എന്റെ ലൈഫിലെ ഏറ്റവും വലിയ ഫ്ലെക്സ് ആണ് എന്റെ അപ്പനും അമ്മയും. ഞാൻ എല്ലാവരുടെ അടുത്തും ഷോ ഓഫ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു എലിമെന്റ് ആണ് കെമിസ്ട്രി ബിറ്റ്വീൻ ദം. അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴും ഈവൻ ആഫ്റ്റർ 27 how many years of marriage? 26 years of marriage. Okay, 26 years of marriage കഴിഞ്ഞിട്ടും they are so, എന്താ പറയാ, so in love with each other, and it's in the little things they do on a daily basis. അപ്പം അത് എനിക്ക്, ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയുമ്പോഴും അവർക്കൊക്കെ ഭയങ്കര ഒരു അത്ഭുതം പോലെ, ഒരു ഫാസിനേഷനാ. വാവ്, ഓക്കെ, ഇപ്പോഴും ഈ ഏജിലും ഇങ്ങനെ നിൽക്കാൻ പറ്റും, അങ്ങനെയൊക്കെ. അപ്പൊ that's why, and I have heard this story so many times. പക്ഷെ അമ്മയുടെ കയ്യിന്നാ ഞാൻ കൂടുതൽ കേട്ടേക്കുന്നത്. അപ്പയുടെ സൈഡ് ഓഫ് സ്റ്റോറി ഭയങ്കര കുറവാണ്. പക്ഷെ today that's what we're going to talk about, and I'm so excited. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ. ഇനി എല്ലാവരും ചോദിക്കുമ്പോൾ ഞാൻ പറയും, ഞാൻ ലിങ്ക് ഇട്ട് തരാം, നിങ്ങൾ അത് പോയി കണ്ടു വിശദമായിട്ട് പറയുന്നുണ്ടല്ല. എനിവേസ്, നമുക്ക് അപ്പയിലേക്ക് പോവാം. അപ്പയിലേക്ക് പറയൂ, എന്താണ്, ഏത് വർഷം, ഏത് ദിവസം? വർഷവും മാസവും ഓർമ്മയില്ല. കോളേജിൽ പഠിക്കുന്ന അങ്ങനെയല്ല. നമുക്ക് അതൊന്നും എന്താ പറയാ, അതൊന്നും ഓർത്ത് വെക്കേണ്ട കാര്യം. ഞങ്ങൾ പരിചയപ്പെട്ടു. അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതാ ഫസ്റ്റ് ടൈം അമ്മയുടെ സൈഡിൽ നിന്ന് തന്നെയാണ് വന്നത്. ഞാനിങ്ങനെ പെണ്ണുങ്ങളോട് അങ്ങനെ സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമല്ല. ആ കോളേജിലുള്ള സമയത്ത് ഞാൻ മാറി നിൽക്കും. എല്ലാവർക്കും അറിയാതെ, എന്റെ കൂടെ പഠിക്കുന്ന എല്ലാവർക്കും അറിയാം, ഞാൻ എല്ലാവരും മാറി നിൽക്കും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എന്റെ വീട്ടിലോട്ടൊരു ഫോൺ കോൾ വരുവാണ്. ഇതിന് മുമ്പ് വേറെ എന്തെങ്കിലും ബാക്ക് സ്റ്റോറി ഉണ്ടോ? എവിടെ വെച്ചാണ് ആന്റി ആദ്യമായിട്ട് അങ്ങനെ കാണുന്നത്? കോളേജ് എങ്ങനെ നമ്പർ കിട്ടി? പ്രീ ഡിഗ്രിക്ക് ഇതില് തുടക്കം എങ്ങനെയാന്നുള്ളത് അജിക്ക് ഇപ്പോഴും ബ്ലാങ്കാ, അറിയത്തില്ല. ഇതെന്താ ഞാൻ പറയാം, ഇത് ഇവരുടെ കുറെ ഗ്യാങ് ഉണ്ട്, ഇവരുടെ ഫ്രണ്ട്സ് ഒക്കെ. അപ്പൊ അതില് കുറച്ച് പാവം എന്ന് പറഞ്ഞ് ഞങ്ങള് എപ്പോഴും പറയുന്ന ഒരു 3-4 പേരുണ്ട്. അതിലൊരാളായിരുന്നു അജി. അപ്പൊ ഞാൻ ഒരു ദിവസം എന്റെ അടുത്ത് വന്നു. ഭയങ്കര പെണ്ണുങ്ങളോട് മിണ്ടാനൊരു മടി പോലെ തോന്നി. എപ്പോഴും ക്ലാസ്സിന്റെ ഔട്ട്സൈഡിൽ പോയി, ഔട്ട്സൈഡ് എവിടെയെങ്കിലും നിൽക്കുക കാണാറുള്ളൂ. ഉള്ളിൽ കയറുന്ന സാധാരണ ആമ്പിള്ളേരുടെ പോലെ ഇങ്ങനെ ചൊറിയാൻ വരാ, അങ്ങനൊന്നുമില്ല. ഞാനത് നോട്ടീസ് ചെയ്തായിരുന്നു. അപ്പൊ ഞാൻ ഒരു ദിവസം ഇതുപോലെ, അതെന്റെ കസിൻ ബ്രദറിന്റെ ഫ്രണ്ടും കൂടെയാണ് അജി. അപ്പൊ എന്റെ മമ്മി ഏൽപ്പിച്ച്, ഞാൻ ഗേൾസ് സ്കൂളിൽ പഠിച്ചോണ്ട് എന്റെ മമ്മി ഏൽപ്പിച്ചിരുന്നതാണ് ഇവളെ നോക്കിക്കോണം കേട്ടോ. ഇവരാണ് ഏൽപ്പിച്ചത്? ഇവരല്ല, എന്റെ കസിൻ ബ്രദറിന്റെ അടുത്ത ഫ്രണ്ട്സ് ആണ് ഇവര് കുറച്ച് പേര്. ഇപ്പൊ വന്ന അങ്കിളൊക്കെ ഇല്ല അവരൊക്കെ. അപ്പം
അങ്ങനെയായിരുന്നു. അപ്പൊ എന്റെ ഫ്രണ്ട്സിനെല്ലാം കൂടെ അജി ഇങ്ങനെ വലിയ പാവാന്നൊക്കെ കേട്ടപ്പോ ഒന്ന് പറ്റിക്കാം എന്നൊരു ഇത് എന്റെ തലയിൽ എന്റെ തലയിലാണോ ഫ്രണ്ട്സിന്റെ തലയിലാണോ? ഫ്രണ്ട്സിന്റെ തലയിലായിരുന്നു കൂടുതലല്ല. ചുമ്മാ. ഒരു കമ്പൈൻഡ് ഞാനിങ്ങനെ പറയാം അത്ര പാവം അങ്ങനെ പാവായി നിന്നാ ശരിയാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ചുമ്മാ ഒരു എല്ലാവരോടും പയ്യെ ചുമ്മാ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്റെ ഫ്രണ്ടിന്റെ ബ്രദറും അജി നല്ല കൂട്ടായിരുന്നു. അപ്പൊ പുള്ളിയോട് എന്റെ ഫ്രണ്ട് പറഞ്ഞു നമ്പർ അജിന്റെ ഒന്ന് വാങ്ങിച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ അവള് പോയി വാങ്ങിച്ചുകൊണ്ടെന്ന് എനിക്ക് തന്നു. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് അന്ന് നമുക്ക് മൊബൈലൊന്നും ഇല്ലല്ലോ, അപ്പം വീട്ടിൽ നിന്ന് വിളിക്കാൻ പറ്റില്ല. പപ്പയും മമ്മി എക്സ്റ്റൻഷൻ ഫോൺ എല്ലാ റൂമിലും ഉണ്ട്, ലാൻഡ് ലൈൻ. അപ്പൊ നമുക്ക് അത് താഴെ വിളിച്ച മമ്മി കിച്ചണിൽ എടുക്കും, അങ്ങനത്തെ പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ എവിടെയെങ്കിലും നിന്ന് സംസാരിച്ചാല് പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു ലവ് മാറ്ററിലോട്ടൊന്നും കിടക്കുന്ന ഒരു തോന്നലൊന്നും ചുമ്മാ ഒരു രസം നമ്മുടെ എന്റെ ഒരു കസിൻ സിസ്റ്ററും അപ്പൊ ഞങ്ങളുടെ തറവാടൊക്കെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം അവിടെ എന്റെ കസിൻ സിസ്റ്റർ ഒക്കെ ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഓൾറെഡി ഒരു പാവം പയ്യനുണ്ട്, എപ്പോഴും മുണ്ടെടുത്തേ വരുള്ളൂ. യോയോ സ്റ്റൈൽ ഒന്നുമില്ല എനിക്ക് അങ്ങനത്തെ എന്നും മുണ്ട് തന്നെയാണ്. നീറ്റായിട്ട് വരും, എല്ലാരോടും ഹായ് ബൈ പറഞ്ഞു, അത്രയും കഴിഞ്ഞ് ഞങ്ങൾ പോകും. അങ്ങനെ ഒരു സ്വഭാവമായിരുന്നു. അപ്പൊ ഞങ്ങള് ചുമ്മാ ഒന്ന് വട്ടിളിപ്പിച്ചതാ. വരുമ്പോ അറിയാം ഒരു 10:30 ആകുമ്പോഴത്തേക്കും അവിടുന്ന് ആ കോറിഡോറിൽ കൂടെ ഇങ്ങനെ കോലാപ്പുരി ഒക്കെ ഇട്ട് മുണ്ടൊക്കെ കൊടുത്ത് വരുമ്പോ ഞാൻ ക്ലാസ്സിലിരുന്നാലും ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ ചൊറിയും, വരുന്നുണ്ട് നമ്മുടെ കഥാപാത്രം എന്നൊക്കെ പറയും ഞങ്ങള്. അജിക്ക് ഇതൊന്നും അറിഞ്ഞൂടാ. അത് കഴിഞ്ഞിട്ട് ഞാൻ തറവാട്ടിൽ ചെന്നിട്ട് നടന്നു പോകാനുള്ളൂ തറവാട്ടിലോട്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് ഞാൻ വിളിക്കും അജീനെ ഒരു 7 മണിക്ക് കറക്റ്റ് 7 മണിക്ക് ഞാൻ അജീനെ വിളിക്കും. അപ്പൊ ഡോളമ്മയൊന്നും കാണാൻ പാടില്ല, പപ്പയുടെ ബ്രദറിന്റെ വൈഫ് ഉണ്ട് അവിടെ. അപ്പൊ ഡോളമ്മയൊക്കെ കണ്ട വഴക്കൊക്കെ പറയും. ഞാനും ജീനും കൂടെ ഒളിച്ച് നിന്ന് വിളിക്കും, എന്നിട്ട് ഇങ്ങനെ വിളിച്ച് സംസാരിക്കും. അങ്ങനെ ഹലോ എന്താണ്ട് വിശേഷം വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു മനസ്സിലായോന്ന് ചോദിച്ചു. എന്നെ ആദ്യമായിട്ട് ലൈഫിൽ ഒരു പെണ്ണ് ഞെട്ടി. അത് ലഡുവല്ല ജിലേബിയോ പൊട്ടി. പൊട്ടി അപ്പൊ കട്ട് ചെയ്ത് കളയും. സുഖാണോ ചോദിച്ചു കട്ട് ചെയ്തു. അല്ല എന്നെ മനസ്സിലായോ? എനിക്ക് ടെൻഷൻ ഉണ്ടല്ലോ. ഒരാഴ്ച ഇതിങ്ങനെ കളിപ്പിച്ചോണ്ടിരിക്കുക. ഒരാഴ്ച കണ്ടിന്യൂസ്ലി വിളിച്ചിട്ട് മനസ്സിലായോ? ഇല്ല ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു അജിലെ ഞാൻ എല്ലാ ദിവസവും 7 മണിക്ക് വിളിക്കും, ഫോണിന്റെ അടുത്തുണ്ടാവണം. ഓരോ ദിവസം വിളിക്കുമ്പോ ഞാൻ ആരാന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു ഇന്നത്തെ ഷർട്ട് എനിക്ക് അത്ര ഇഷ്ടമായില്ല, ഇന്നത്തെ ഷർട്ട് ആ മുണ്ടിന് ചേരില്ല. അവസാനം അജിക്ക് ദേഷ്യം വന്നു തുടങ്ങി, താൻ ആരാന്നൊന്ന് പറയണോന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെന്തിനാ അറിയണേ, വെൽ ഡ്രസ്ഡ് ആയിട്ട് പോണെങ്കിൽ ഞങ്ങളെ പോലുള്ള പെണ്ണുങ്ങളൊക്കെ പറയണം കേൾക്കണം എന്നൊക്കെ പറയും. ഈ റെക്കമെൻഡേഷൻസ് എടുക്കാറുണ്ടായിരുന്നു? ഇടയ്ക്ക് ഞാൻ നോക്കുമ്പോ നല്ല രസമായിട്ടൊക്കെ പിറ്റേ ദിവസം വരും. എന്നിട്ട് അജിക്ക് സംശയമുള്ളവരുടെ അടുത്തൊക്കെ അജി പോകും. എന്റെ ഈ സൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ പിള്ളേരുടെ അടുത്തൊക്കെ പോയിട്ടുണ്ടെന്ന് ഞാൻ പിന്നെ അറിയാം. അപ്പൊ ഇങ്ങനെ ചോദിക്കും, എപ്പോഴും കയ്യിലൊരു വലിയ ടവല് വേണം, ഇങ്ങനെ തുറച്ചോണ്ട വരണ്ടേ. അപ്പൊ അങ്ങനെ പറഞ്ഞു. കുറെ ദിവസം കഴിഞ്ഞപ്പോ അജിക്ക് സത്യം പറഞ്ഞാൽ ഇറിറ്റേറ്റഡ് ആയി തുടങ്ങി. അപ്പൊ തന്നെ ഞാൻ കണ്ടപ്പോ ഞാൻ ക്ലൂ കൊടുക്കാൻ തുടങ്ങി. ഇന്ന സ്ഥലത്ത് ഞാൻ ഇന്ന ഡ്രസ് ഇട്ടോണ്ട് വരും. യെല്ലോ കളർ സൽവാർ ആണെങ്കിൽ കുറെ പേരിട്ടുണ്ട്, ഇത് ആരാന്നത് എല്ലാം എടുത്തച്ച് ചെല്ലും. അജിക്ക് ഭ്രാന്തായി തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഒരു ദിവസം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഫ്രണ്ട്സ് ഒരു ഗ്യാങ് ഉണ്ടല്ലോ, ആ ഗ്യാങ്ങില് ഇവരുടെ ഫ്രണ്ടിന്റെ ബ്രദറും ഉണ്ടല്ലോ, അവൻ എന്നോട് പറഞ്ഞു അജിലിന് ഇങ്ങനെ ഒരു ലൈനെന്നാ പറഞ്ഞ. ആരടാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഇന്ന ആളാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എനിക്ക് കത്തിയില്ലോ. പക്ഷെ അതിന്റെ ഇടയിൽ അജിക്ക് ഒരു ഫ്ലോ, അത് എന്റെ പേടിയായിരുന്നു. ഞാൻ ഇങ്ങനെ ഫോൺ ചെയ്തോണ്ടിരുന്നപ്പോ ചീനു ഓടി വന്നിട്ട് ബിസ്മി എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞോണ്ടിരിക്കുമ്പോ ബിസ്മി എന്ന് പറയുകയും ചെയ്തു. പെട്ടെന്ന് ഞാൻ ഫോൺ കട്ട് ചെയ്തു. കുറെ ചീത്ത പറഞ്ഞു ചീനുവിനെ. ഇത്രയും ദിവസം ഞാൻ അപ്പൊ ചീനു ബിസ്മി എന്ന് പറഞ്ഞിട്ട് അവള് കിടന്ന് ചിരി അങ്ങ് തുടങ്ങി. അപ്പൊ ഇത് കേട്ടോ കേട്ടില്ലയോ എന്നൊക്കെ കേട്ടപ്പാ. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം എനിക്ക് ടെൻഷനാ, കാരണം എന്റെ ഏറ്റവും ഇന്റിമേറ്റ് ഫ്രണ്ട് ഞങ്ങൾ അതുപോലെ ചങ്ക. എനിക്ക് അപ്പോഴും അടുക്കാൻ പേടിയാ.
പിന്നെ ഇഷ്ടമല്ലാണ്ടിരിക്കാൻ ഇഷ്ടം അല്ല അത് അതിലോട്ട് വന്നില്ലല്ലോ. ഇഷ്ടമാണെന്ന് ഇതുവരെ നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഇല്ല അന്നേരം ഒന്നും പറഞ്ഞില്ല. ഇഷ്ടമൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ബിസ്മിന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് അങ്ങനെയല്ല ഇങ്ങനെ അല്ല. ഓർത്തു നമ്മുടെ സ്വന്തം സുഹൃത്തിന്റെ ഒരു അനിയത്തി അനിയത്തിയല്ലേ, മോശമല്ലേ എന്ന് ഓർത്തു. അല്ല അത് കഴിഞ്ഞ് അജി പിറ്റേ ദിവസം ആയപ്പം എനിക്ക് ഡൗട്ട് അജി കേട്ടോന്ന്, അജിക്കും ഡൗട്ട് ഞാൻ തന്നെയാണോന്ന്. അവസാനം അജി കഷ്ടപ്പെട്ട് വരിക. വന്നു കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു ഞാൻ റെക്കോർഡൊക്കെ എഴുതുന്ന പോലെ ഇരിക്കോട്ടെ. അല്ലല്ല ഒരു മിനിറ്റ് പേടിച്ച് നെക്സ്റ്റ് ഡേ കോളേജിൽ പോയിട്ടില്ല. അല്ല, അതിന്റെ അടുത്ത ദിവസം പോയത്. പിറ്റത്തെ ദിവസം പേടിച്ചിട്ട് പോയില്ല. അപ്പൊ പിറ്റേ ദിവസം പോകുമ്പോ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യണം. അപ്പൊ എനിക്കത് കൊടുക്കുകയും വേണം, പോവാതിരുന്നാലും പറ്റൂല. അങ്ങനെ ഞാൻ പോയപ്പോ അജി രാവിലെ വന്നു, ക്ലാസ്സിൽ വന്നിട്ട് ചോദിച്ചു താൻ എന്നെ വിളിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അഞ്ജുനെ പറയും, അച്ഛൻ ഞാൻ ഈ അറ്റത്തായിരിക്കും, ഇങ്ങോട്ട് കയറി വരാൻ എനിക്ക് പറ്റത്തില്ല. അപ്പൊ അജി അവിടെ നിൽക്കും. അപ്പൊ ഞാൻ നോക്കുമ്പോ അജി അവിടെ നിന്ന് വരുന്നുണ്ട്. ഈശ്വര എന്ന് കൊള്ളാം, ഒരു എടി അഞ്ജു കണ്ടിട്ടല്ല കേട്ടിട്ടുണ്ട്, എന്തായാലും എന്നെ പിടിക്കൂടി ഞാൻ എന്താ ചെയ്യണ്ടേ, നീ അന്നങ്ങ് പറഞ്ഞു എന്ന് പറഞ്ഞു. നമ്മള് പറയാം പിന്നെ എനിക്കില്ല ഈ ഭാരമൊക്കെ എടുത്ത് തലേ വെക്കാൻ. അവസാനം അജി സത്യം പറഞ്ഞ അജി ഒന്ന് താനാണോ എന്നെ വിളിച്ചെന്ന് ചോദിച്ചു. ഞാനോ എന്തൊരു അഭിനയായിരുന്നു, എനിക്ക് എവിടെ നിന്നാ സ്ട്രെങ്ത് കിട്ടിയെന്ന് എനിക്ക് നമ്മളാ. ഞാനൊന്നുമല്ല, എന്തിനാ അജിലിനെ ഞാൻ വിളിക്കണേ. അപ്പൊ അജിക്ക് പിന്നെയും ഡൗട്ട്. അപ്പൊ അജി വേണ്ട സോറി എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, സോറി ഡൗട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അങ്ങ് പോയി. അത് കഴിഞ്ഞിട്ടാണ് ആനന്ദ് ഈ വിവരം പറഞ്ഞത്. അത് കഴിഞ്ഞ അജി വന്നു. അതായത് അന്നൊന്ന് കളിപ്പിച്ച അപ്പൊ ബാഡ് അബൌട്ട് ഇതൊന്നും ഞാൻ പിന്നീട് അറിയണം. ആനന്ദ് എന്ന് കാര്യം പറഞ്ഞിട്ടാ ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, താൻ എന്താ വിചാരിച്ച് നല്ല കുടുംബത്തിലെ പിള്ളേരൊക്കെ ഇങ്ങനെയാണോ കാണിക്കണേ, മര്യാദയ്ക്ക് ഇരിക്കണം. അങ്ങനെ കുറെ ഫയർ എല്ലാരും ഇല്ലേ. അത് അപ്പൊ അപ്പോഴത്തെ ആ മെന്റലിൽ എന്തായിരുന്നു? എനിക്ക് ഓർമ്മയില്ല. ചില കാര്യങ്ങൾ അപ്പഴ ക്ലിക്ക് ആവണില്ല. അതിന് ഞാനിങ്ങനെ ഞാൻ കരച്ചില് എന്നോട് ആണുങ്ങളൊന്നും ഇങ്ങനെ പറഞ്ഞ് എനിക്ക് സഹിക്കാൻ പറ്റൂല. പിന്നെ സുൻചേട്ടന്റെ ഫ്രണ്ട്, ഈ സുൻചേട്ടന്റെ ഇടയ്ക്ക് ഞാൻ പോയി ചോദിച്ചു അജിൽ എങ്ങനെയുണ്ട് സുൻചേട്ടാന്ന്. അപ്പൊ സുൻചേട്ടൻ എന്തോ മണത്തിട്ടിരിക്കുക. ഞാൻ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ സുൻചേട്ടൻ കുറെ ചീത്ത, നിനക്ക് എന്തിന്റെ വേണമെന്ന് പപ്പ അറിഞ്ഞോ നിന്നെ ശരിയാക്കും മറ്റൊന്ന് കുറെ ചീത്ത. ഞാൻ അതേപടി തിരിച്ചു വന്നു. അജിനെ പറ്റി നല്ലതാ പറയുന്നേ. പക്ഷെ ഇത് എന്റെ അപ്പയുടെ സൈഡിൽ നിന്ന് വരുമ്പോ സുൻചേട്ടനെ ഇട്ട് അലക്കും. അപ്പൊ ഓർത്തിട്ട് സുൻചേട്ടൻ ടെൻഷൻ പിടിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല സുൻചേട്ടൻ കുഴപ്പമില്ല ഒന്നും അറിയണമെന്ന് പറഞ്ഞു ഒറ്റോട്ട് ഓടി അവിടെ. കാരണം തറവാടും സുൻചേട്ടന്റെ വീടും കൂടെ ഒരു സ്റ്റെപ്പിന്റെ വ്യത്യാസമുള്ളൂ. ആ സ്റ്റെപ്പിൽ ഇരുന്ന് അവിടെ നിന്ന് ആന്റിക്ക് ഒന്ന് വർത്താനം പറയും, ഇവിടെ നിന്ന് ഡോളന്ന് അങ്ങനെയൊക്കെ പോവാം. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞിട്ട് അജിക്ക് ക്ലിയർ ആയി. അജി വന്നു കുറെ ചീത്തയൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ കരഞ്ഞ് പെട്ടമ്മര കണ്ണീന്ന് വെള്ളമൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കുക. അഞ്ജു ബി സ്ട്രോങ് എന്നൊക്കെ പറഞ്ഞ് കയ്യെ പിടിച്ച് ഇങ്ങനെ ഞെക്കണൊക്കെ ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോ അജി മേലാലി പണി കാണിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അജി തിരിച്ചിറങ്ങി പോവാ. പോയിട്ട് ആ കഥകിന്റെ അവിടെ വരെ പോയിട്ട് തിരിച്ചു പറഞ്ഞു, മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞു നീ വിളിക്കണ്ടെന്ന് 7 മണിയൊക്കെ എന്നും വിളിച്ചോണം. അത് കേട്ടപ്പോഴാണ് അവിടെയാണ് എനിക്ക് ആ ട്വിസ്റ്റ് വന്നത്. 7 മണിക്ക് ഇനിത്തോട്ട് വിളിച്ചോളം ആണ്. അങ്ങനെ കൃത്യം 7 മണിക്ക് വിളിക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ എന്താണ് സംഭവിച്ചത്? പിന്നെ 7 മണിക്ക് വിളിക്കാം. പിന്നെ അമ്മ വിളിക്കുമായിരുന്നോ? 7 മണിക്ക് വിളിക്കും. പക്ഷെ എനിക്ക് അതുവരെ ഈസി ആയിരുന്നു. പിന്നെ എനിക്ക് ഈസി ആവാൻ പറ്റണില്ല. മനസ്സിലായോ? പിന്നീട് അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളായിട്ട് തോന്നി എനിക്ക്. ഈ വിളിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവൂ അങ്ങനെയൊക്കെ. പക്ഷെ അന്ന് ഇതല്ലേ മാർഗമുള്ളൂ. അപ്പം സുൻചേട്ടന്റെ വീട് തൊട്ടപ്പുറത്താണല്ലോ. അപ്പൊ അജി ഇപ്പൊ എന്നെ കാണുന്നതിന് മുന്നേ ഒക്കെ അജി അവിടെ വന്ന് പോവാറുണ്ട്. അപ്പൊ ഇതുപോലെ ഇലക്ഷന് അജി നിന്നു, അവിടെ കോളേജിൽ ഇലക്ഷന് നിന്നു. ഇലക്ഷന് നിൽക്കുമ്പോഴും എന്തായിരുന്നു ജനറൽ സെക്രട്ടറി ആയിട്ട് മത്സരിച്ചു KSCS. അത് പിന്നെ ഇലയായിരിക്കും. വടിയായതുകൊണ്ട് തോറ്റും പോയി. നല്ല രസമായിട്ട് അതെന്നാ എന്നോട് ക്യാമ്പയിൻ ചെയ്യാൻ പറഞ്ഞ് കുറച്ച് നോട്ടീസ് ഒക്കെ അടിച്ച് എന്റെ തന്നു. അന്ന് എനിക്ക് സത്യം പറഞ്ഞ കുറച്ചൊക്കെ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ കൊടുത്തു എന്നല്ല, ഞാൻ കൂടുതൽ അപ്പുറത്തെ ക്ലാസ്സിലൊന്നും കൊടുക്കാൻ പോയില്ല. അപ്പൊ ആ നോട്ടീസ് മുഴുവൻ എന്റെ ബാഗിൽ തന്നെ കിടന്നു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം എന്റെ അമ്മ
അറിയാലോ ജാസൂസാ, ഭയങ്കര spy ആണ് മമ്മി. എന്റെ bag- ഭയങ്കര spy ആ. എന്റെ ബാഗ് തുറന്നപ്പോ മുഴുവൻ അജിൽ ജോസഫ് അജിൽ ജോസഫ് ഫോട്ടോയുണ്ടോ? ആ പണമില്ലാണ്ട് ഇന്ന് തുടങ്ങിയില്ലേ ബഹളം. ഇത് എവിടുന്ന് ഈ ഒരു ചെറുക്കന്റെ മാത്രം നിന്റെ കയ്യിലിരിക്കും. ഞാൻ പറഞ്ഞു, അപ്പൊ അമ്മ സുനിച്ചേട്ടൻ കൊണ്ടേ തന്നതാണ്, ഞാൻ എല്ലായിടത്തും കൊടുക്കാതെ എന്റെ ബാഗിൽ. അപ്പം ഈ സുനിൽ ചേട്ടൻ എല്ലാം അറിയാം. Like എല്ലാം നിങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ അത്ര ക്ലിയർ അല്ല, അതുകൊണ്ടാണല്ലോ എന്നെ ഏൽപ്പിക്കണത്. അപ്പൊ ഇതൊക്കെ കൊടുത്ത് ഞാൻ പറഞ്ഞു, എന്റെ അമ്മ ഇതിലൊന്നും ഒരു കാര്യമില്ല, ഞാൻ അവിടെ കൊണ്ടുവന്ന് ആർക്കും കൊടുക്കാത്തോണ്ട് എന്റെ ബാഗിൽ ഇരുന്നതാന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അത് ആ ബഹളം എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ആയപ്പോ ഞാൻ ചോദിച്ചിരുന്നപ്പോ ഒരാൾ വരുവാണ്, എവർഗ്രീന്റെ ഇല പറിക്കണം, അതിന് എനിക്ക് വോട്ട് ഈ കാർഡ് അടിക്കൂലോ. അതൊക്കെ ഓർമ്മയുണ്ടോ? പിന്നെ അത് ഞാൻ തന്നെയല്ല, ഞങ്ങൾ ഗ്യാങ് ഉണ്ട്. അപ്പൊ പറയട്ടെ. അപ്പൊ വന്നു ഞങ്ങൾ ഗ്യാങ് ഉണ്ട്. സുനിച്ചേട്ടനും അപ്പയും കൂടെയാ വന്നേ. അല്ലല്ല, എല്ലാരും എന്റെ എല്ലാ ഫ്രണ്ട്സും ഉണ്ട്. അവര് ഗേറ്റിന്റെ പുറത്ത് പുറത്തായിരുന്നു, നിന്ന്. നിങ്ങള് മാത്രം അകത്ത് കയറി. അപ്പൊ ഈ വീട്ടില് വരിക. വീട്ടില് വരിക. ഈ ഇഷ്യൂ കഴിഞ്ഞിട്ടിരിക്കുമ്പോഴാണ് അജിയുടെ വരവ്. പക്ഷെ മമ്മിയുടെ അന്ന് അജിക്ക് അറിയില്ല, എന്നോടുള്ള ഇതൊന്നും അജിക്ക് അങ്ങനെ ഒന്നും അറിയത്തില്ല. ഞങ്ങൾക്ക് എവർഗ്രീന്റെ ഇല വേണം, അത് മാത്രമേ ഞങ്ങൾ ടാർഗറ്റ് ഉള്ളൂ. എവർഗ്രീൻ എന്തായാലും അതെന്ത് സാധനം? എവർഗ്രീൻ എന്ന് പറഞ്ഞൊരു ഇല. അതെന്ത് സാധനം? ഒരു ഇല അത് എന്തിനാ പോയെ? അത് അന്ന് നമ്മള് മമ്മിക്ക് ഗാർഡൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവിടെ എങ്ങും കിട്ടില്ല. മമ്മിയുടെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പൊ സുനിച്ചേട്ടൻ അതറിയാം. സുനിച്ചേട്ടൻ പറയാം മമ്മിയുടെ അടുത്ത് പോയി പറിക്കാം, വലിയവന്റെ അടുത്ത് പോയി പറിക്കാന്ന് ഏതാണ്ട് പറഞ്ഞു. അങ്ങനെ മമ്മിയുടെ അടുത്ത്, എന്തിനുള്ള ഇലയാണ്? എടാ ഇത് ചുമ്മാ കാർഡൊക്കെ എടുത്തിട്ട് ചുമ്മാ ക്ലിപ്പ് ക്ലിപ്പ് ചെയ്യും, ചെയ്യും, നമ്മൾ കൊടുക്കും ഇങ്ങനെ ഒരു പിള്ളേർക്ക്. പൂവും ഒരു ഇലയും കൂടെ വെച്ച് ചുമ്മാ കാച്ചിലൊക്കെ ഭംഗിക്ക്. വോട്ട് ഫോർ അജിൽ ജോസഫ് എന്നുള്ള കാർഡില് ജോസഫിന്റെ കാർഡ്. ക്രിയേറ്റിവിറ്റി. അപ്പൊ അതടിക്കാൻ കറക്റ്റ് ആ ദിവസം തന്നെ എന്നെ വഴക്ക് പറഞ്ഞ സമയത്ത് തന്നെ അജി വന്നു. അപ്പൊ മമ്മി അങ്ങ് ഇറങ്ങിയ ശബ്ദത്തേക്ക് അജി സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങി എണീറ്റൊക്കെ നിന്ന് വലിയ ബഹുമാനം. ഈ കൊറിയക്കാരൊക്കെ കാണിക്കുന്നില്ല, ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. കൊറിയക്കാരെ കാണിക്കുന്നത്. അപ്പൊ വലിയ റെസ്പെക്ട് ഒക്കെ കൊടുക്കും. ഹി ഓൾവേസ് റെസ്പെക്ട് വുമൻ, അതെപ്പോഴും അപ്പൊ അങ്ങനെ ആരാണെങ്കിലും ഏത് പ്രായക്കാരെങ്കിലും അമ്മമാരാണെങ്കിലും കുറച്ചേരൊക്കെ വർത്താനം പറഞ്ഞ് എങ്ങനെയൊക്കെ ഇന്നത്തേക്ക് പോകും. അതാണ് ഒരു കൈ അടങ്ങിയിരിക്കില്ലാത്തൊരു മനുഷ്യൻ. ഇതുപോലെ വേറെ ഒന്നും ഞാൻ ഫിക്സ് ചെയ്ത് വെക്കാതെ ജന്മത്ത് വെക്കാൻ പറ്റില്ല. വെക്കണം. എന്നിട്ട് അപ്പൊ മമ്മി അത് കഴിയുമ്പോ ഞാനിത് അറിയാതെ ഫ്രണ്ടിലോട്ട് ആരാണ്ട് വന്നല്ലോ. സുനിച്ചേട്ടൻ നമ്മുടെ വന്നു. വീട്ടിൽ വന്നവരല്ലേ? അപ്പൊ നമ്മള് ജസ്റ്റ് വന്നപ്പോ അതോ അതോ മമ്മി ശരിക്കും ഹിറ്റ്ലറായിരുന്നു അല്ലേ? ഹിറ്റ്ലറാ, മമ്മി ഹിറ്റ്ലറാ. അപ്പൊ പപ്പയാ? പപ്പ പാവായിരുന്നു. പപ്പ പപ്പ അങ്ങനെ വലിയ ക്വസ്റ്റ്യൻസിനൊന്നും വരാറൊന്നുമില്ല. എല്ലാരും ഓരോ രീതിയില് അങ്ങനെ അങ്ങ് നടക്കണം. എന്റെ അടുത്ത് അങ്ങനെ ചോദ്യത്തിനൊന്നും വന്നില്ല. അജി ഒരു ബർത്ത്ഡേക്ക് എനിക്കൊരു വാച്ച് തന്ന ഓർമ്മയുണ്ടോ? എനിക്കങ്ങനെ വാച്ച്. ഒരു മിനിറ്റ് ആ വാച്ച് മേടിക്കാൻ പോയ അതൊന്ന് പറയും. എന്റെ പൊന്നപ്പ അപ്പനെ കൊണ്ട് ഞാൻ അല്ലെന്നേ, ഞാനത് ടൈറ്റാനിന്റെ ഷോറൂമിൽ പോയി മേടിച്ചു. അതിന് അല്ല ലാവണ്യയുടെ തൊട്ടടുത്തുള്ള കടയില്. അത് കടയല്ല ചോദിക്കുന്നത്, അത് മേടിക്കാനുള്ള ആ ഒരു മോട്ടിവേഷൻ എന്തായിരുന്നു? ബിക്കോസ് പ്രിൻസ് അങ്കിള് റോസ്യമ്മയ്ക്ക് വാങ്ങിച്ച ആ വർഷം ഒരു ഗിഫ്റ്റ് കൊടുത്തു. അത് കണ്ടപ്പോ അജിക്ക് ഇത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു വാച്ച് മേടിക്കുന്നത് ബെസ്റ്റ് വാച്ച്, അതുകൊണ്ടേ കളഞ്ഞു. അതെന്നാന്നറിയോ, അപ്പയ്ക്ക് നന്നാക്കാൻ കൊടുത്തത് വൺസ് ഒന്നും നന്നാക്കണ്ട വന്നാല് അത് കൊണ്ട് കൊടുക്കും. പിന്നെ പുള്ളിക്ക് കടയാണെന്ന് ഓർമ്മ വരിക. അവസ്ഥയാണല്ലോ നിങ്ങളുടെ. അന്ന് മമ്മി ഇറങ്ങി വന്ന് തിരിച്ചു കയറി പോകാൻ പറഞ്ഞു. പുള്ളിക്കാരന്റെ എവർഗ്രീന്റെ ചെടി കൊടുത്തോ? പിന്നെ മമ്മി തരും, തന്നില്ലേ പറിച്ചോട്ട് പോലോ. അന്നു പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ കോളേജിൽ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുമായിരുന്നു. പിന്നെ വന്ന് പിന്നെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 1:30 തൊട്ട് 2 മണി വരെ, 1 മണി തൊട്ട് 2 മണി വരെ വർത്താനം പറഞ്ഞിരിക്കും. എവിടെ? കോളേജിൽ ക്ലാസ്സിൽ തന്നെ. പുറത്തേക്ക് പോകുക അങ്ങനെയൊന്നുമില്ല. എല്ലാം ഫ്രണ്ട്സിന്റെ കൂടെ തന്നെ ഇരിക്കും, വർത്താനം പറയും, അങ്ങനെ അങ്ങ് പോകും. അതല്ലാതെ ഒന്നുമില്ല. പക്ഷെ പുറത്തോട്ടൊന്നും ഒരു ഐസ്ക്രീം കഴിക്കാനോ ഇങ്ങനെ മറ്റു പിള്ളേരെ എനിക്ക് അതിനോട് ഞാൻ എഗൻസ്റ്റ് ആയിരുന്നു. എനിക്ക് അങ്ങനത്തെ ഒന്നും ഇങ്ങനെ താല്പര്യം ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമല്ല.
അത് പ്രശ്നം തീർന്നല്ലോ. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ്. അജി അത്ര റൊമാൻറ്റിക് ഒന്നും അല്ല, ഞാൻ പറഞ്ഞില്ലേ, റെസ്പെക്ട് ആ ഒരു കണ്ണിൽ കൂടി അന്നും കണ്ടുകൊണ്ടിരുന്നത്. അല്ലാണ്ട് അങ്ങനെ ഒരു മാതിരി അവിഞ്ഞ പ്രേമം അങ്ങനെ. വാട്ട് ഡു യു തിങ്ക് ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരുടെ അടുത്ത് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇങ്ങനെ ഭയങ്കര പൈങ്കിളി പ്രണയം, അവർക്ക് വേണ്ടി ഞാൻ മരിക്കും. ഇപ്പോഴത്തെ ജനറേഷനിൽ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഒരിക്കലും സാധിക്കും തോന്നുന്നില്ല. True love? ട്രൂ ലവ് ആണോ? നടക്കാൻ പാടാ. Because you get compared a lot. ഒത്തിരി സ്റ്റാൻഡേർഡ്സ് കൂടി. അവളുടെ ബോയ് ഫ്രണ്ട് അവർക്ക് അത് മേടിച്ചു മേടിച്ചു കൊടുത്തു. ഭയങ്കര comparison. അന്ന് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കമ്പാരിസൺസ് ഇല്ല. നിങ്ങൾ ബോയ്സ് തമ്മിൽ, നമുക്ക് ഗേൾസിന്റെ പെർസ്പെക്ടീവ് അല്ലേ അറിയില്ല, നിങ്ങൾ ബോയ്സ് തമ്മിൽ അങ്ങനെയൊക്കെ സംസാരിക്കുമോ? എടാ നിനക്ക് നീ നിന്റെ ഗേൾ ഫ്രണ്ട് എന്താടാ ഒന്നാമത് കുഴപ്പമെന്ന് വെച്ചാൽ എന്റെ ഫ്രണ്ട്സിനൊക്കെ ഒന്നൊന്നും അല്ല ഉള്ളത്. അപ്പൊ പിന്നെ എന്ത് പറയും, അതൊക്കെ രണ്ടു തള്ളൊക്കെ. അതുകൊണ്ട് ആ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യാറില്ല. ഉണ്ട്, സംസാരിക്കില്ല എന്നല്ല, എന്നാലും ഇറങ്ങുമ്പോ എനിക്ക് ഒരെണ്ണേ പറയാനുള്ളൂ, അവർക്കൊക്കെ മൂന്നാളെണ്ണം പറയാനുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ഇതില് ഞാൻ പിന്നെ അങ്ങനെ പ്രലോഭനങ്ങളിൽ ഏർപ്പെട്ടില്ലേ? അതെ, അങ്ങനത്തെ പ്രലോഭനങ്ങളിൽ ഏർപ്പെട്ടില്ല. അങ്ങനെ എനിക്ക് ഇപ്പോഴും ഇന്നും തോന്നൂല, അന്നും തോന്നൂല, ഇപ്പോഴും തോന്നാറില്ല. നിങ്ങൾ എത്ര വർഷം പ്രണയിച്ചു? ഞങ്ങള് അല്ല 8 വർഷത്തോളം. 8 വർഷത്തിൽ 1.5 വർഷം. 1.5 വർഷത്തിന് വലിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ബ്രേക്ക് നമ്മള് റിലേഷൻഷിപ്പിൽ ബ്രേക്ക് എന്ന് പറയുന്നത് ലോങ് ഡിസ്റ്റൻസ് ബ്രേക്ക്, റിലേഷൻഷിപ്പ് ബ്രേക്ക്. അവർക്കും ഉണ്ടായിരുന്നു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ബ്രേക്ക്. ഞാൻ ബോംബെക്ക് പഠിക്കാൻ പോയി. അവിടെ പഠിക്കാൻ പോയി കഴിഞ്ഞപ്പോ ഫോണൊന്നും ഇല്ലല്ലോ. അപ്പൊ എനിക്ക് തന്നെ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ഇത് എഴുതും, ലെറ്റർ എഴുതും. അപ്പൊ അന്ന് എന്റെ റൂമില് മറ്റേ സ്റ്റോക്ക് ഹോൾഡിംഗിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ, അപ്പൊ പുള്ളിയുടെ കവർ എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി കവർ. ആ കവറിൽ ഞാൻ എഴുതും, അഡ്രസ് ഒക്കെ എഴുതി. അപ്പൊ ലവ് ലെറ്റർ ഒക്കെ എഴുതി ഞാൻ ഇങ്ങനെ എഴുതി. ഇവരുടെ PO ബോക്സ് നെല്ലിക്കുഴിയായിരുന്നു, ഞാൻ നെല്ലിമറ്റെന്ന് എഴുതി വിട്ടു. ഇത് പണ്ടാറുടെ കാലമായിട്ട് ഇതെല്ലാം പോയിട്ട് തിരിച്ച് ഈ അഡ്രസ്സിൽ വന്നു. സ്റ്റോക്ക് മാർക്കറ്റിലെ നോട്ടീസ് ബോർഡിൽ, ആ കമ്പനി നോട്ടീസ് ബോർഡിൽ ഇങ്ങനെ കിടക്കുക പടപെടാന്ന് ലെറ്ററുകളാണ്, എല്ലാ ലെറ്റർ. അപ്പൊ എന്റെ റൂംമേറ്റ്സിനൊക്കെ അറിയാം, ഈ ഞങ്ങള് പറയൂലോ ഇത് എന്തുവാന്ന് നോക്കിട്ട് അവനപ്പൊ പിടികിട്ടി. അവൻ എന്റെ പൊന്നെ, അവൻ ആ ലെറ്റർ എല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ റൂമിൽ ഇത് വായിച്ചു. അയ്യോ ഒന്നും പറയണ്ട. അയ്യോ എനിക്കതല്ല കേട്ടോ, ഞാനിങ്ങനെ നടന്നു വരുമ്പോ ഞാൻ നോക്കുമ്പോ കുഞ്ഞേട്ട എന്റെ അപ്പൊ ഞാനിങ്ങനെ നടന്നു വരുമ്പോ ചേട്ടൻ നടന്നു പോയി. ഞാൻ ചേട്ടന്റെ അടുത്തേക്ക് ഓടിച്ചു, എന്നാ എങ്ങനെയാണ് ചേട്ടൻ എന്നോട്, എടാ നിനക്ക് കത്ത് എഴുതാൻ അറിയില്ല, പിന്നെ നീ എന്തിനാണ് ഈ പണിക്ക് നടക്കണേ? അതെല്ലാം പറ്റിയെന്ന് ചോദിച്ചു. നീ എഴുതില്ല എപ്പോഴും അവിടെ മുറിയിൽ ഇരിപ്പുണ്ട്, പോയി മുഴുവൻ വായിച്ച് മാറ്റിച്ച് കുളം പോണ്ടിയല്ല. പണി നിർത്തി. അല്ല, ആജി എന്നോട് വിളിച്ചു പറഞ്ഞായിരുന്നു, ഞാൻ പുതിയ അഡ്രസ്സിലോട്ട് വരുമ്പോ ആ അഡ്രസ്സ് നിനക്ക് അയച്ചുതരാം, എന്നിട്ട് നീ അയച്ചാൽ മതി. അത് ഈ വരുന്ന എങ്ങോട്ടാ, അവിടെ കുറെ ആൾക്കാരുണ്ട്, അവരൊക്കെ പൊട്ടിച്ചു വായിക്കും. സ്വന്തം ചേട്ടനെ കൂടെ വേറെ പണിയില്ലാന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ പോയി. എവറി വീക്ക് 2 ലെറ്റർ വെച്ച് വിടുമായിരുന്നു. ഞാൻ എപ്പോഴും എഴുതുമായിരുന്നു, വേറെ പണി എഴുതുമായിരുന്നു. എന്തായിരുന്നു പണി? പഠിക്കാൻ പോയതല്ലേ, പഠിക്കാൻ പോയത്, ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാൻ, ഡിഗ്രി എടുക്കാൻ പോയത്. അത് കഴിഞ്ഞിട്ട് അപ്പൊ അതൊരു ബ്രേക്ക് വന്നു. ആ ബ്രേക്ക് പിന്നെ അങ്ങോട്ട് അഡ്രസ്സും ഇല്ല, ഈ ആളുടെ അനക്കും ഇല്ല. എനിക്കിങ്ങനെ പറ്റിയതൊന്നും. കഠിന ഹൃദയനായിട്ടാണ്. ആന്റിക്ക് എപ്പോഴും ഹോപ്പ് ഉണ്ടോ? അതോ എനിക്ക് ഇത്രയും ദേഷ്യം വേറെ ഒന്നുമില്ല, ഗോസ്റ്റ് ചെയ്യുന്ന അവസ്ഥയല്ല അത്. നോട്ട് ടെക്സ്റ്റിംഗ്, നോട്ട് സീൻ സോൺ ചെയ്യാനൊക്കെ നമുക്കതൊരു ഭയങ്കര ഒരു
അപ്പൊ ആന്റിക്ക് എന്തായിരുന്നു സൂക്ഷിച്ചു. ഉള്ളിന്റെ ഉള്ളിൽ അപ്പൊ എന്തായിരുന്നു വിഷം തോന്നുന്നത്? വിഷമം ഉണ്ടായിരുന്നു. അതോ എന്താ ഈ അജി ദേഷ്യമാണോ? വിളിക്കാത്ത, എന്താ എനിക്ക് ആരോടും ഇത് പറയാൻ പറയാൻ പറ്റുമോ? പറ്റുമോ? ആരോടാ ചോദിക്കണ, അഡ്രസ് ഒന്നും ചോദിക്കാൻ പറ്റും. പിന്നെ ഞാൻ അത് അങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് നിന്നു. നമ്മളതങ്ങ് മറന്ന പോലെ മറന്ന പോലെ അത് ആ അഭിനയിച്ചു. കോളേജിന്റെ ഒരു ഇതില് പോട്ടെ പോട്ടെ. എന്നുള്ള രീതിയിൽ ഞാനും നിന്നു. അപ്പൊ ഇത്ര എഫേർട്ട് ഇട്ട് ഇത്രയും നാളെ 7 മണിക്ക് വെറുതെ ഫോൺ പോയി, വിളിച്ച് എല്ലാം വെറുതെ പോയി, വെറുതെ എല്ലാം പോയി. വെറുതെ എല്ലാം പോയി. വെറുതെ. വെറുതെ ആവണേ ഇങ്ങനെയാണ് ഫോൺ വിളിച്ചതല്ലേ. ചളി. അതല്ല ആ. ഇത്രയും ഒക്കെ എഫേർട്ട് ഇട്ട് ഇത് നിങ്ങൾ വെറുതെ. ഇത്രയും നാളും അപ്പൊ എങ്ങോട്ടാ പോയത്? കോളേജിൽ ഇത്രയും ഞാൻ ബോംബെക്ക് ഇത്രയും ഒരുമിച്ചൊക്കെ ഇരുന്നിട്ട് ബോംബെക്കാണ് പോയെ. ബോംബെ ചെന്നു. ആ. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് മറന്നു. പിന്നെ അതെ. മറന്നതല്ല ബോംബെ ഞാൻ ചെന്ന് അല്ല, ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചോദിക്കാം. മറന്നതാണോ? ഞാൻ ചോദിക്കാം മറക്കല്ല. മറന്നതാണോ? ഞാനല്ലേ ലെറ്റർ മുഴുവൻ എഴുതിയത് ആണോ? അതെ, അതെ. ഈ ലെറ്റർ എല്ലാം പിയോ തെറ്റിപ്പോയപ്പോ നമ്മൾ ഇതെല്ലാം തിരിച്ചു. അപ്പൊ ആ ഗ്യാപ്പ് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഒരു ആ. ലെറ്റർ എഴുതിയത് ഒരു 1.5-2 മാസത്തെ ഗ്യാപ്പായി അപ്പൊ തന്നെ. അപ്പൊ തന്നെ. ശരിയല്ലേ? ഒരു മറുപടി ഇല്ല, ഒന്നുമില്ല. ഇതെല്ലാം അപ്പൊ കൂടെ അപ്പന ആ ഒരു മോട്ടിവേഷൻ പോയി. പോയി. ഇതിന്റെ സസ്പെൻസ് ആണെന്ന് ഞാൻ പറയാം. ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ വീട്ടില് കല്യാണത്തിന്റെ ആലോചന. ബഹളങ്ങളായി. ആലോചന കല്യാണം ആലോചിക്കണു. വീട്ടിലെങ്ങാണ്ടുള്ള ഒരു ചെറുക്കനാ ചെറുക്കൻ കാണാൻ വന്നില്ല. ഇങ്ങനെ ജസ്റ്റ് അവര് പറഞ്ഞു. എന്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഈ ആലോചന പോയത്. അപ്പൊ അങ്ങനെ വന്നപ്പം അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവര് കല്യാണമൊക്കെ ഉറപ്പിക്കാണ്. അപ്പൊ കല്യാണം ഉറപ്പിച്ചു. പപ്പ എല്ലാരും ഓക്കെ ആയി എന്നൊക്കെ കണ്ടപ്പോ അന്ന് വൈകുന്നേരം ആയപ്പോ 1.5 വർഷത്തിന് ശേഷം ഈ ചേട്ടൻ ചുമ്മാ വിളിച്ചതാണ്. കാഷ്വൽ ടോക്ക്. ഞാൻ വീട്ടിൽ വന്നു. വീട്ടിൽ മുംബൈന്ന് വന്നു. മുംബൈ ആ. വന്നു. Just അന്ന് ആദ്യം സുനുവിനെ വിളിച്ചു, അതെന്ത് ഇവനെ വിളിച്ചു. കോയിൻസിഡൻസ് ആണ്. ആ അതാണ് ഭയങ്കരമായിട്ട്. അവിടെയാണ് ഞാൻ ഈ ശരിക്കും ഒരാള് നമ്മുടെ തലയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ വരും. വരൂന്ന്. വിശ്വസിക്കുന്ന അവിടെയാണ്. ഓക്കേ, അന്ന് വൈകുന്നേരം തന്നെ കറക്റ്റ് ആയിട്ട് അജയങ്ങൾ വിളിച്ചു. എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഒന്ന് സുഖമാണ് അജില, എവിടെയാണ്? ഇപ്പൊ ഞാൻ നാട്ടിൽ വന്നിട്ടുണ്ട്, എന്റെ കോഴ്സ് എല്ലാം കഴിഞ്ഞു, അപ്പൊ ജസ്റ്റ് വന്നു, തന്നെ ഒന്ന് വിളിച്ചേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ കറക്റ്റ് ടൈമിൽ വിളിച്ച. കല്യാണമൊക്കെ ആയിട്ടുണ്ട്, ഇന്ന ദിവസം എൻഗേജ്മെന്റ് ഡേറ്റ് ഫിക്സ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് എല്ലാം പറഞ്ഞപ്പോ ഞാൻ അത് ഞാൻ ഓക്കെ, നല്ല കാര്യം നല്ല കാര്യം നല്ല കാര്യമാണോ? നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഓൾ ദ ബെസ്റ്റ് പറഞ്ഞു. കല്യാണത്തിന് ഞാൻ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു വെച്ചു. കുറച്ച് കഴിഞ്ഞ് അന്ന് വൈകുന്നേരമാണോ അതോ പിറ്റേ ദിവസം രാവിലെയാണോ അജി വിളിക്കുകയാണോ? ഒന്നുകൂടെ വിളിക്കും. അപ്പൊ ഈ ഫോണിൽ വിളിക്കുമ്പോ എല്ലാം കറക്റ്റ് ആന്റി തന്നെയാണോ ഫോൺ എടുക്കുന്നത്? ഞാൻ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. അല്ല ഡെയ്സി ആന്റി ആണോ എടുത്തത്? ആരും എടുത്തു. കുഴപ്പമില്ല. എന്നെ എനിക്ക് തന്നു അജില വിളിക്കണേ. അപ്പൊ കുഴപ്പമില്ല, മറ്റേ കല്യാണം ഉറപ്പിച്ചല്ലോ. പിന്നെ അവർക്കൊന്നും പ്രശ്നമൊന്നും. എന്താണ് അപ്പൊ ഇങ്ങനെ വിളിച്ചപ്പം മമ്മി വേഗം പോയി അപ്പുറത്തെ ഫോൺ എടുത്തു. എന്നാ പറയുന്നത്, മമ്മിക്ക് ജാസൂസിയാണല്ലോ, സ്പൈ ആണല്ലോ. സ്പൈ. അപ്പൊ പിന്നെ മമ്മി അപ്പുറം പോയി എടുത്തപ്പം അജിയുടെ എടോ തനിക്ക് ശരിക്കും ആലോചിച്ചിട്ടൊക്കെയാണോ ഈ കല്യാണത്തിന് പോയെന്ന് ചോദിച്ചു. അപ്പൊ അതെ, ആ കല്യാണം മമ്മിയൊക്കെ അന്വേഷിച്ചു, എനിക്കൊന്നും അറിഞ്ഞൂടാ, ഇവരൊക്കെ പറയണു നല്ലാന്നൊക്കെ പറയണു. അപ്പൊ പറഞ്ഞു എവിടെയാ ചെറുക്കൻ? ഞാൻ കുവൈറ്റിലാ. നല്ല ജോലിയൊക്കെയാണോ? എഞ്ചിനീയർ ആണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. കുടിക്കുകയൊക്കെ ആയിരിക്കൂലേ? നമ്മൾ ആ കുടിക്കുകയായിരിക്കും, പിന്നെ കുടിക്കാതിരിക്കുമോ? തന്നെ കൊണ്ട് കളയോടും. ആ ഒരു ഇത് മമ്മി അവിടെ കേട്ടു കേട്ടോ. അപ്പൊ മമ്മി എടോ തനിക്ക് പറ്റിയ ആളായിരിക്കോ, തന്നെ കൊണ്ട് കളയോ ഇനി അവിടെയൊക്കെ കൊണ്ടുപോയിട്ട്? എങ്ങനെയാ സ്വഭാവം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, ഇപ്പഴത്തെ ആമ്പിള്ളേരല്ലേ. അപ്പൊ തനിക്ക് പറ്റിയ ആളാണോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ അജി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അജിക്ക് മമ്മിക്ക് തന്നെ ഒരു ഇത് ഉള്ളില്. ആ ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ മമ്മി പോയി ഒന്നോടെ ഒന്ന് ആലോചിക്കാം എന്നുള്ള രീതിയിൽ പോയി ആരോടൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെ കുറെ അന്വേഷണങ്ങൾ കഴിഞ്ഞപ്പോൾ മമ്മിക്ക് ഒരു നെഗറ്റീവ് ഫീൽ അവിടെ വന്ന് അങ്ങനെ ആ കല്യാണം ബ്രേക്ക് ആവുകയാണ്, വേണ്ടാന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആണ് മമ്മിയുടെ അമ്മ എൻ്റെ ബർത്ത്ഡേയുടെ സമയത്ത് വന്നു. അന്നേരം അമ്മ ഇങ്ങനെ ചോദിച്ചു, അമ്മാമ്മ എന്നാ മോൾക്ക് തരണ്ടേന്ന് ചോദിച്ചു. അപ്പം നമ്മൾ ഈ പ്രഷറിൽ ഇരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് അജിലിനെ തരാമെന്ന് ചോദിച്ചു. അത് അമ്മാമ്മ പെട്ടെന്ന് അത് കേട്ടപ്പോൾ ഷോക്ക്ഡ് ആയിപ്പോയി. നീ എന്താ പറഞ്ഞെന്ന് ഒന്നോട് ചോദിച്ചു. അതേനെ പറഞ്ഞു, അല്ല ഒന്നുമില്ല അമ്മാമ്മ, ഞാനിങ്ങനെ പറഞ്ഞു പോയതാ, നീ എണീറ്റ് വരാൻ പറഞ്ഞു. എൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് പോയി പപ്പയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഇവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണോ, ഇന്ന് തന്നെ തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറയാം അപ്പൊ പറഞ്ഞു ആലോചിക്കാം, അതിനെന്നാ കുഴപ്പമില്ല, നമുക്ക് ആലോചിക്കാലോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ മമ്മിയുടെ നീതിയായിട്ട് ഇവര് ഫാമിലി ഭയങ്കര അടുപ്പമുണ്ട്. അപ്പൊ അവര് വഴി ഒന്ന് അവിടം വരെ പോവാൻ പറഞ്ഞു. അവരാദ്യം പോയി. അവര് പോയി കണ്ടു, അവർക്ക് സംസാരമൊക്കെ അജിനെ ഇഷ്ടപ്പെട്ടു. പിന്നെ അജിക്ക് സോപ്പിടാൻ നല്ലോണം അറിയാം.
അല്ല ഇവര് ഈ പെണ്ണാലോചനയായിട്ട് ഇങ്ങോട്ട് വരുമ്പത്തേക്ക് അങ്ങളുടെ വീട്ടിലെ റെസ്പോൺസ് എന്റെ വീട്ടില് പിന്നെ എന്റെ ചേട്ടൻ പറഞ്ഞു നീ പോയി വിളിച്ചോളാന്ന് പറഞ്ഞു. എന്നെ ഇഷ്ടാന്ന് പറഞ്ഞപ്പോ കോൺഫിഡൻസ് നീ പോയി വിളിച്ചോളാ നമുക്കൊക്കെ നോക്കാന്ന് പറഞ്ഞു. നീ അതൊന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞു. അത് അങ്ങനെ ഒരു ഫാമിലിയാ. അവിടെ അവര് വന്നപ്പോ ഉള്ള റെസ്പോൺസ് എന്താന്ന് ചോദിച്ചാൽ അല്ല അത് വരുമെന്ന് പറഞ്ഞു തന്നെയാണല്ലോ. നമ്മള് ഒരു ഇതൊക്കെ കൊടുത്ത ചായ വട വൈകിട്ടാ വന്നല്ലേ? വൈകിട്ടാ വൈകിട്ടാ കാപ്പിക്കാ കാപ്പിക്കാ വന്നത്. അപ്പൊ നല്ല ഇവളുണ്ടായില്ല. അപ്പൊ ഒരു പേടി ഉണ്ടായിരുന്നു അപ്പാപ്പനെ മമ്മീനെയൊക്കെ ഫേസ് ചെയ്യാൻ? പെണ്ണാലോചിച്ച് ഇല്ല അല്ലേ? അപ്പൊ മമ്മിയും പപ്പയും മാത്രമേ പോയുള്ളൂ. അവര് അതെ ശരിയാ ആദ്യം ഡേസി ആന്റി ഒക്കെ പോയി. അത് കഴിഞ്ഞ് പിന്നെ മമ്മിയും പപ്പയും കൂടെ പോവാണ്. സത്യത്തിൽ എന്റെ മുട്ട് വറച്ചാ ഞാൻ വിടണത്. പപ്പ അക്സെപ്റ്റ് ചെയ്യോ എന്നുള്ള ഒരു ടെൻഷൻ. അപ്പൊ രശ്മി എന്റെ അനിയത്തി ഉണ്ട് കൂടെ. അവള് പറയും ചേച്ചി പ്രാർത്ഥിക്ക് ശരിയാവും, പപ്പയ്ക്ക് ഇഷ്ടമായാലാണ് ഇവിടെ രക്ഷയുള്ളൂ. പിന്നെ ഞങ്ങൾ ഇപ്പൊ പപ്പ പോയിട്ട് എന്ത് ചെയ്താ വരുന്നില്ല. ഒരു 3 മണിക്കെങ്ങാണ്ട് പപ്പ പോയതാണ്. വൈകിട്ട് 6:45 പപ്പ തിരിച്ചു തന്നെ. അപ്പൊ ഞങ്ങളുടെ ഷെഡ് കാർ ഷെഡൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷട്ടർ താത്തി ആ ടൈപ്പാ. അപ്പൊ പപ്പ വന്നിട്ട് മമ്മി ഇറങ്ങി കഴിഞ്ഞ് പോകുന്നു. ചിരിയൊക്കെ ചിരിച്ചോണ്ടൊക്കെ വരുന്നുണ്ട്. ലക്ഷ്മി ഒന്ന് ചിരിച്ചു, മമ്മി ചിരിക്കണ്ട്. അത് കഴിഞ്ഞ് പിന്നെ പപ്പ ഈ കാറിൻ്റെ അകത്ത് ഇറങ്ങുമ്പോ ഭയങ്കര പാട്ടൊക്കെ പാടി ഇറങ്ങണേ. ചേച്ചി പപ്പ പാട്ടൊക്കെ ഷട്ടറൊക്കെ പൊക്കുന്ന പാട്ടൊക്കെ പപ്പ ലയിച്ചു കുഴപ്പമില്ല. എന്നിട്ട് പപ്പ പറഞ്ഞ നമ്മുടെ ജീമോന്റെ അത്ര പൊക്കമൊക്കെ ഉണ്ട്. എന്റെ നെയ്ബറായിട്ട് ഒരു ചേട്ടനാ, നല്ല ചേട്ടനാ. അപ്പൊ ജീമോൻ ചേട്ടന്റെ ബ്രദർ പോലെയാ. അപ്പൊ ജീമോൻ ചേട്ടന്റെ ഒക്കെ ഒരു പൊക്കവും അവന്റെ ഒരു ഷേപ്പൊക്കെയാ, കുഴപ്പമൊന്നുമില്ല. അപ്പത്തേക്കും ഞങ്ങള് അങ്ങനെയൊക്കെ. പിന്നെ ഇങ്ങനെ കല്യാണത്തിലേക്ക് പോയി. കല്യാണം എനിക്ക് പറഞ്ഞ December 30th വെച്ചു. ഞങ്ങള് പിന്നെയും കുറച്ച് കഴിഞ്ഞ് മതി എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് കുറച്ച് അലച്ചുവിളിച്ച്. പക്ഷെ പപ്പയുടെ ബ്രദർ എല്ലാരും കൂടെ ഉറപ്പിക്കാനൊക്കെ ചെന്നു. അപ്പോഴും ഞാൻ ആ ബംഗ്ലാവിൽ ചെന്നിട്ടുണ്ടായിരുന്നു അവരുടെ വീട്ടില്. കാരണം ആ വീട്ടിൽ നിന്ന് അവര് പുതിയ വീട്ടിലേക്ക് മാറും. അപ്പൊ നമ്മൾ കേറുന്ന വീട് എപ്പോഴും പുതിയ വീടായിരിക്കുമല്ലോ. അപ്പൊ എനിക്ക് പഴയ വീട്ടിൽ പോണതിന് കുഴപ്പമുണ്ടായില്ല. പിന്നെ എന്നെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് ഇവർക്കൊക്കെ പോകാനും പേടി. ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. എല്ലാരും പോവാണ്. അങ്ങനെ പോയി അജിയുടെ അടുത്ത് പോയി. അജിയോട് പറഞ്ഞു അജിക്കൊന്ന് സംസാരിക്കാം. അജി പെണ്ണ് കാണാൻ വന്നു കേട്ടോ. അതിന്റെ ഇടയ്ക്ക് അജി പെണ്ണ് കാണാൻ വരും കേട്ടോ. അന്നേരം ആന്റിമാരൊക്കെ ചോദിച്ചു അജിലൊന്നും സംസാരിക്കാനില്ലേ ബിസ്മിയോടൊന്ന് ചോദിച്ചു. അപ്പൊ അജിൽ ചോദിക്കാം പേരെന്നാ. എല്ലാരും അജീനായിട്ട് പേരെന്നാ അതൊക്കെ പറഞ്ഞു. പിന്നെ അങ്ങനെ ഒരു രസമായി പോയി. പിന്നെ ആസ് യൂഷ്വൽ കല്യാണമൊക്കെ നടന്നു. ബേസിക്കലി ഒരു December 30th വെഡിങ് ആയിരുന്നു അവരുടെ. ഈ പ്രാവശ്യം 27 years ആവും, റൈറ്റ്? 27 years ഓഫ് മാരേജ്. ആൻഡ് യൂഷ്വലി അപ്പയുടെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ഇങ്ങനെ ഡിസംബർ മന്തും കൂടി ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഫുൾ സ്കെയിൽ സെലിബ്രേഷൻ ആണ്. ക്രിസ്മസ് ഫുൾ ഒരു ക്രിസ്മസ് കഴിഞ്ഞൊരു വെഡിങ് ആനിവേഴ്സറി ന്യൂ ഇയർ, അങ്ങനെ ന്യൂ ഇയറും വെഡിങ് ആനിവേഴ്സറി ഒക്കെ ഒരുമിച്ച് ആഘോഷിച്ച് അത് ഭയങ്കര രസാ. അങ്ങനെ ആ ഫുൾ ഹോളിഡേ മോഡാണ്. പിന്നെ മിഥുനം കളിച്ചു ഞങ്ങൾ കുറെ കേട്ടോ. മിഥുനത്തില് എന്റെ ആ ഓൾ ലെറ്റർ ഞാൻ ഒരു കാർട്ടണ്ടാകത്ത് ഇട്ടോണ്ടാണ് ഞാൻ വന്നത്. ബാഗേജ്, ഫുൾ ബാഗേജ് ആയിട്ടാണ്. അപ്പൊ ഞാൻ ഓരോന്ന് റെഡ് പെൻ വെച്ച് ഇങ്ങനെ അണ്ടർലൈൻ ചെയ്തോണ്ടൊക്കെ ഇരുന്നു. അവസാനം ഒരു ദിവസം മഴക്കിട്ടിട്ട് അത് മുഴുവൻ ഞാൻ കത്തിച്ചു. അങ്ങനെ അത്രയും ഡ്രമാറ്റിക് കപ്പിള് കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് അജി അന്നൊരു കലണ്ടർ എനിക്ക് തന്നു. 1994 ഒരു കലണ്ടർ. അതായത് ലെറ്റർ പോലെ തന്നെ കലണ്ടർ. നല്ല രസമായിരുന്നു. ആ ഇയർ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു. അതല്ലേ ഞങ്ങളുടെ തുടക്കം. ആ തുടക്കം അതായിരുന്നു. ഭയങ്കര അതൊരു കലണ്ടർ ഓർക്കുന്നുണ്ട്. ആളുകൾ വന്നു കഴിഞ്ഞ ഒരു 5-6 മാസം കഴിഞ്ഞപ്പോഴാ മിഥുനം മാറിയല്ലോ. റിയൽ ലൈഫായല്ലോ. ഭ്രാന്തെടുത്തിട്ട് അവര് കത്തിച്ചു കളഞ്ഞു. ഇപ്പൊ പജിനി പറഞ്ഞ പോലെ തന്നെ 27 വർഷം ആയിട്ട് നിങ്ങള് പ്രണയിച്ചോണ്ടിരിക്കും. 27 വർഷവും പിന്നെ മറ്റേ ആ 8 വർഷവും കൂടെ ഫേസ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാവർക്കും ഉള്ള ഫേസ് ആണ്. നത്തിങ് ഇസ് എന്താ പറയാ ഓൾവേസ് റെഡ്. മനസ്സിലായോ? അങ്ങനെയല്ല. ഞങ്ങളുടെ പക്ഷെ എത്ര പിണങ്ങിയാലും ഒരു രാത്രിക്ക് അപ്പുറം പോകില്ല. ഒറ്റ ഇത് അതിലപ്പുറം എനിക്ക് ശ്വാസം പിടിച്ച് ചാവുന്നു. അങ്ങനെയാ. അജി ഒരിക്കലും എനിക്ക് എന്നോട്ട് വരില്ല. ഞാൻ എപ്പോഴും അങ്ങോട്ട് പോയിട്ട് അജിനെ ചൊറിഞ്ഞോണ്ടിരിക്കും. പക്ഷെ അത് അമ്മ ഒരു പ്രാവശ്യം ഒന്ന് പോയാൽ മതി, കോംപ്രമൈസ് ആവും. പിന്നെ അതുപോലെ ലൈക് ദേ കാൻ സ്ലീപ്, ലൈക് ലിറ്ററലി സ്ലീപ് വിത്തൗട്ട് ഈച്ച് അതർ. അങ്ങനെയാ. ഇഫ് അപ്പ ഇസ് ഔട്ട് ഓഫ് ടൗൺ, അമ്മ ഹാസ് ലൈക് സ്ലീപ്ലെസ് നൈറ്റ്സ്.
Like she doesn't feel like going to sleep. And ഞാൻ വഴക്ക് പറയും because obviously you have to take care of your health and stuff like that. പക്ഷെ that's the kind of connection they have, and they have set up such a huge standard for me. ഇപ്പൊ ചെക്കന്മാരെ കിട്ടുന്നില്ല. ചിന്നൂര് എപ്പോഴും അപ്പനെ പോലെ ഒരാളാണ്. എനിക്ക് അപ്പനെ പോലെ ഒരാള് വേണമെന്ന്. ഞങ്ങളൊക്കെ എവിടുന്ന് കണ്ടുപിടിച്ച് ഞങ്ങളെ കൂട്ടുകാരത്തൊന്നും വരരുത്. ഞാൻ അല്ലോട് പറയാം, അല്ലെങ്കിൽ ആരെങ്കിലും ശരി, നീ ഇങ്ങനെ സ്റ്റാൻഡേർഡ് ഒക്കെ ഇവിടെ കൊണ്ട് വെച്ച് നമ്മൾ ആരെ കണ്ടുപിടിച്ചു കൊടുക്കാറ്? അല്ല കല്യാണം കലണ്ടർ കൊടുക്കുന്ന കത്തെഴുതുന്ന നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ കൂടുതൽ പേര് ഫ്രണ്ട്സ് എന്നുള്ള രീതിയാണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫിനേക്കാൾ കൂടുതൽ. പക്ഷെ അത് നിങ്ങൾ ഓൾറെഡി ആയിരുന്നു. You were always ഞങ്ങൾ പണ്ടുതൊട്ടേ already friends. What do you have to tell, and do you have any advice for the generation, for our generation, about about love, or how your experience of a love story was? Because you have a story to tell. What is your advice? ഇപ്പം കുറെ വ്യത്യാസം വന്നല്ലോ. ഇപ്പൊ അന്ന് പറയാനൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ എപ്പോഴും ഈവൻ ഏത് പാർട്ട്ണർ ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്ലി ടോക്ക്, ഓപ്പൺ ടോക്ക് നടത്തുക. അവിടെ യാതൊരു ഹൈഡിങ് വേണ്ട, ഓപ്പൺ ടോക്ക്. അപ്പൊ അത് അങ്ങനെ ചെയ്യാം. പിന്നെ കുറച്ച് കോൺവെർസേഷൻ എപ്പോഴും വേണം, ഒരു ടൈം അതിന് കണ്ടെത്തുക. അവരുമായിട്ട് കുറച്ച് നന്നുള്ള പ്രശ്നങ്ങളെ പറ്റി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇനി അപ്പം പറയട്ടെ, എന്താണ് അതായത് ഞാൻ പറയുകയാണെങ്കിൽ ഈ ലവ് കഴിഞ്ഞ് പിന്നെ റിയൽ ലൈഫിലോട്ട് വന്നു കഴിയുമ്പോ രണ്ടും ആനയാടും തമ്മിൽ വ്യത്യാസമാണ്. അപ്പൊ അതിനെ കവർ ചെയ്ത് ജീവിച്ചു പോവാന്ന് പറഞ്ഞാൽ ഒരു അതാണ് ഇപ്പം ഇപ്പോഴത്തെ ജനറേഷൻ നോക്കുകയാണെങ്കിൽ 10 years ഒക്കെ ലവ് മാരേജ്, ഐ മീൻ ലവ് ചെയ്ത് അല്ലെങ്കിൽ 10 വർഷമൊക്കെ പ്രണയിച്ചവരാണ് കല്യാണം കഴിച്ചവരും 2 മാസം കൊണ്ട് ഡിവോഴ്സ് ആവുന്നത്. അപ്പം ഇപ്പൊ അങ്കിള് പറഞ്ഞ പോലെ തന്നെ ഒരു ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമാണ്. പ്രണയം വേറെ, ജീവിതം വേറെ, കല്യാണം കഴിയുമ്പോൾ ഉള്ളൊരു ജീവിതം വേറെ. അപ്പം കുറെ അഡ്ജസ്റ്റ്മെന്റുകള്, കുറെ ഓപ്പൺ സംസാരങ്ങള്, അതൊക്കെയല്ലേ അതാണ് ഇപ്പൊ എന്റെ കാര്യം പറയാ. എനിക്ക് എന്റെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. എന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് അമ്മയുടെ ഒരു വല്ലാത്തൊരു ഇതുണ്ടല്ലോ, നിനക്ക് തന്നെ മോൾക്കും അറിയാം, ഭയങ്കര പ്രസൻസ് ആണല്ലോ. ഏതിനും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട്, ഒരു നെഗറ്റീവും ഇല്ല. ഞാൻ എന്ത് കാണിച്ചാലും പോസിറ്റീവാണ്. ഇതെല്ലാം സഹിക്കാനും ഇതെല്ലാം ഉള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ മുന്നോട്ട് പോയത്. ഇപ്പോഴത്തെ ജനറേഷനിൽ ആർക്ക് പറ്റും? ഇപ്പൊ എല്ലാവർക്കും ഓരോ ജോലികളായി ഇതിനകത്ത് വേറെ ഒന്നും എന്താണെന്നറിയോ, ജോലി ഉള്ളത് കൊണ്ട് പെണ്ണുങ്ങൾക്ക് ജോലി ഇല്ലായിരുന്നില്ല. ഈ ജോലി ഉണ്ട്, ചിലപ്പോ അവർക്ക് സാലറി കൂടുതൽ വരും. അപ്പൊ ഈ നിങ്ങളുടെ ഇടയിൽ പറഞ്ഞ ഈഗോസ് ഭയങ്കരമായിട്ട് വരും. ഈ പൈസ കറണ്ട് ബില്ല് നീ അടയ്ക്ക്, അല്ലെങ്കിൽ അവൻ അടയ്ക്ക്. ഇങ്ങനത്തെ കുഞ്ഞു അക്സെപ്റ്റൻസ് വേണം. അത് ഓക്കെ അക്സെപ്റ്റ് ചെയ്തു, അങ്ങനെ പോവാണെങ്കിൽ കുഴപ്പമില്ല. ഇത് കഴിഞ്ഞ വർഷം അല്ല അടച്ചേ, നിങ്ങൾ അടച്ചേ. ഇങ്ങനെയൊക്കെയാണ് എല്ലായിടത്തും ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളിൽ നിന്നാണ് വലിയ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് പെടുന്നത്. അപ്പൊ അന്ന് പണിയില്ലാണ്ട് വീട്ടിൽ ഇരിക്കും പെണ്ണുങ്ങൾക്ക്. എത്ര പഠിച്ചാലും ഒക്കെ അടുക്കളയിലിരുന്ന് പണിയാ. ഇപ്പൊ എന്ന് വെച്ചാൽ IT ആയി, ഇഷ്ടം പോലെ പൈസയായി. Right after marriage. In fact, right after having me, you used to work, and still you guys work. രണ്ടുപേരും ഏൺ ചെയ്യുന്നുണ്ടായിരുന്നു, രണ്ടുപേരും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു. എക്സ്പെൻസസ് വന്നാൽ ഒരുമിച്ച് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് നമുക്ക് വേണ്ടിയാണ് പൈസ ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു തോട്ട്. അത് ജോലിയിലും പൈസയിലും മാത്രമല്ല, ഈവൻ ഇൻ ഹൗസിന്റെ അകത്ത് അവർക്ക് വേണ്ട ഇപ്പൊ ഒരു സംഭവം വരുന്നു, അത് ക്ലീൻ ചെയ്യണം, പെണ്ണ് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, ആർക്കും ചെയ്യാം. അങ്ങനെ എല്ലാരും ഇക്വാലിറ്റി ആണ് ഞാൻ പറഞ്ഞോളൂ. അത് അങ്ങനെയാണ് ഇനി പറ്റുള്ളൂ. ഇത്രയും നാളത്തെ കഥയല്ല ഇനി വരാൻ പോകുന്നത്. എല്ലാരും അത് അഡ്ജസ്റ്റ് ചെയ്ത് പോവാ, ഹാപ്പി ആയിട്ട് കുറച്ച് കുഞ്ഞു കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ നോക്കാം. ലിറ്റിൽ തിങ്സ് അപ്രീഷിയേറ്റ് ചെയ്യാം. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എനിക്കൊന്ന് ഇവര് രണ്ടുപേരും അപ്പൊ വരുമ്പം അങ്കിൾ എപ്പോഴും പറയില്ലേ, super ആയിട്ടുണ്ട്. Appa celebrates her. I think that's their biggest secret. Appa celebrates the person Amma is. And the same way, even Amma celebrates the person Appa is. They both hype each other up so much wherever they go. വഴക്കൊക്കെ ഉണ്ടാക്കും ഞങ്ങൾ. There's always a fight. വഴക്കുണ്ടാക്കി കഴിയുമ്പോഴാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അത് കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹം. അതിന് വേണ്ടി ഞങ്ങൾ വഴക്കുണ്ടാക്കും. വഴക്കുണ്ടാക്കി കഴിയുമ്പോഴല്ലോ കുറച്ചേരൊക്കെ വാശി പിടിച്ചൊക്കെ ഇരിക്കും. അല്ല അതെ, വഴക്കുണ്ടാക്കണം, പക്ഷെ അത് ഒരുമിച്ച് ഒന്നോടെ വരാൻ വേണ്ടിട്ടുള്ള അല്ലാതെ ഇരുന്ന ഒരു അവാർഡ് മൂവി പോലെ ആയിരുന്നു. നമ്മൾ വഴക്കൊക്കെ ഉണ്ടാക്കണം. അപ്പൊ ഇവർക്ക് ഇന്ന് 2 മക്കളുണ്ട്.
ഒരാൾക്ക് 10-20 കറക്റ്റ് വയസ്സ് ഞാൻ പറയണോ? വേണ്ട. 20 വയസ്സുണ്ട്, മകനും 20 വയസ്സുണ്ട്. രണ്ടുപേരും വളരെ ഹാപ്പിയായി ജീവിക്കുന്നു. അവരുടെ അച്ഛന്റെ അമ്മയുടെയും എന്താ പറയാ, ഈ പ്രണയ കഥ വളരെ നന്നായി അവര് ഇപ്പോഴും ഭയങ്കര എക്സൈറ്റിങ്ങും ഭയങ്കര ഫാസിനേറ്റിംഗും ആയിട്ടുള്ള ഈ സ്റ്റോറി ഇങ്ങനെ എന്താ പറയാ, ഇവരിങ്ങനെ എല്ലാരിടത്തും ഇങ്ങനെ Spreading love. സ്പ്രെഡ് ചെയ്തോണ്ടിരിക്കുന്നു. എവിടെ അങ്ങനെയാണ് എനിക്ക് അറിഞ്ഞത്. ഏത് ഒരു 5 പേര് കൂടിയാലും ഞങ്ങളുടെ കഥ കേൾക്കണം. അത് അതല്ലേ? കേട്ട് എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കണം. ഇതൊക്കെ ഒരു രസമല്ലേ? അതുകൊണ്ടല്ലേ ഇതോടുകൂടി നിർത്തി ഇനി ആര് കഥ കേൾക്കണമെന്ന് പറഞ്ഞാലും എല്ലാവർക്കും ഈ പോഡ്കാസ്റ്റിന് ലിങ്ക് ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. എല്ലാരും കേൾക്കേണ്ടപ്പോഴൊക്കെ ടിവിയിലിട്ട് കണ്ടോളൂ. അങ്ങനെ റിവ്യൂ കൂടട്ടെ. അപ്പം താങ്ക് യു സോ മച്ച് അങ്കിൾ ആൻഡ് ആന്റി. രണ്ടുപേർക്കും കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു, ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോ ആന്റിയുടെ വീട്ടുകാരും അങ്കിളുടെ വീട്ടുകാരും ഒക്കെ ഫുള്ള് കഥ അറിയുന്നത് ചിലപ്പോ ഇന്ന് ഈ പോഡ്കാസ്റ്റ് ആയിരിക്കും. അതാണ് ടെൻഷൻ. പിള്ളേർക്ക് വേണ്ടി പറയണതായിട്ട് ഇതൊക്കെ വീട്ടിൽ നിന്ന് പുറത്താക്കല്ലേ 27 വർഷം 2 പിള്ളേരുണ്ട്. ഇനിയെങ്കിലും ഒന്ന് ക്ഷമിച്ചു കളഞ്ഞേക്ക്. അപ്പം താങ്ക് യു സോ മച്ച് എവ്രി വൺ ഫോർ വാച്ചിങ്. ഇനിയും ഇതുപോലെ ഒരു 10, 60, 50, 100 വർഷത്തോളം നിങ്ങൾ ഇങ്ങനെ പ്രണയിച്ച് ജീവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നീ എവിടെയെങ്കിലും കണ്ടുപിടിക്കട്ടെ എന്ന് ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുന്നു. ഓക്കെ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.